ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മുൻകാല ശീലങ്ങൾ, അതായത് ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതുമായ ശീലങ്ങൾ, ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ, പഴയകാലത്തെ സ്വഭാവങ്ങൾ എന്നിവയൊക്കെ പറയുവാൻ വേണ്ടി ഇംഗ്ലീഷിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് അല്ലെങ്കിൽ ഒരു പദമാണ് യൂസ് ടു എന്നുള്ളത്. നാം മലയാളത്തിൽ ഇപ്രകാരം പറയാറില്ലേ, പണ്ട് ഞാൻ ദിവസവും നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴില്ല, കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നതുമായ ശീലങ്ങളിലെ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിലെന്ന് നോക്കാം. ദിവസവും നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. I used to walk to school every day. I used to walk to school every day. ദിവസവും നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. ചെറുപ്പത്തിൽ അവൾ പിയാനോ വായിക്കുമായിരുന്നു. She used to play the piano when she was younger. She used to play the piano when she was younger. ചെറുപ്പത്തിൽ അവൾ പിയാനോ വായിക്കുമായിരുന്നു. ക്യാമ്പ് ഫയറിന് ചുറ്റും അവർ പാട്ടുകൾ പാടുമായിരുന്നു. അതെങ്ങനെ പറയാം? They used to sing songs around the campfire. They used to sing songs around the campfire. ക്യാമ്പ് ഫയറിന് ചുറ്റും അവർ പാട്ടുകൾ പാടുമായിരുന്നു. വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു. We used to play hide and seek in the backyard. We used to play hide and seek in the backyard. വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു. എല്ലാ വേനൽക്കാലത്തും അവൾ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. She used to visit her grandparents every summer. She used to visit her grandparents every summer. എല്ലാ വേനൽക്കാലത്തും അവൾ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. എല്ലാ അവധിക്കാലത്തും ഞങ്ങൾ ബീച്ചിൽ പോകുമായിരുന്നു. We used to go to the beach every vacation. We used to go to the beach every vacation. എല്ലാ അവധിക്കാലത്തും ഞങ്ങൾ ബീച്ചിൽ പോകുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു. I used to read many stories when I was a child. I used to read many stories when I was a child. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു. ടീച്ചർ എന്നെ വഴക്കു പറയാറുണ്ടായിരുന്നു. The teacher used to scold me. The teacher used to scold me. ടീച്ചർ എന്നെ വഴക്കു പറയാറുണ്ടായിരുന്നു. ആ കാലത്ത് നീ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നോ? Did you used to play football in those days? Did you used to play football in those days? ആ കാലത്ത് നീ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നോ? അവൾ കള്ളം പറയാറുണ്ടായിരുന്നു. She used to tell lies. She used to tell lies. അവൾ കള്ളം പറയാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിയെ ഒരിക്കലും അടിക്കാറുണ്ടായിരുന്നില്ല. I never used to beat my child. I never used to beat my child. ഞാൻ എൻ്റെ കുട്ടിയെ ഒരിക്കലും അടിക്കാറുണ്ടായിരുന്നില്ല. അവൻ ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. He never used to wake up early. She never used to wake up early. അവൻ ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. സ്കൂളിൽ ആയിരിക്കുമ്പോൾ അവന് ഉയർന്ന മാർക്ക് കിട്ടാറുണ്ടായിരുന്നു. He used to get high marks while he was at school. He used to get high marks while he was at school. സ്കൂളിലായിരിക്കുമ്പോൾ അവൻ ഉയർന്ന മാർക്ക് കിട്ടാറുണ്ടായിരുന്നു. യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലേ? ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതുമായ ശീലങ്ങൾ, പഴയ കാലത്തെ സ്വഭാവങ്ങൾ എന്നിവ പറയുവാൻ വേണ്ടിയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം വരുന്നത് പരിചയിച്ചിരിക്കുന്നു എന്നാണ്. ഇത് കഴിഞ്ഞ കാലത്തെ പതിവ് പ്രവൃത്തി അല്ല കേട്ടോ.
ഇപ്പോൾ പതിവാക്കിയിരിക്കുന്നു, പരിചയിച്ചിരിക്കുന്നു, ശീലമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂസ് ടു കഴിഞ്ഞ് ING ഫോം നിർബന്ധമാണ്. നമുക്ക് സെൻറ്റൻസുകളൂടെ കൂടുതലായിട്ടത് മനസ്സിലാക്കിയെടുക്കാം. നാം മലയാളത്തിൽ പറയാറില്ലേ, അവൾ ഉച്ച ഉറക്കം ശീലിച്ചിരിക്കുന്നു, അവൻ ഇടതു കൈ കൊണ്ട് എഴുതുക പതിവാക്കിയിരിക്കുന്നു, ജോലിക്കായിട്ട് അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ് എന്നിങ്ങനെയൊക്കെ ഇപ്പോൾ ശീലമാക്കിയിരിക്കുന്ന പതിവ് പ്രവൃത്തികളെക്കുറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. ജോലിക്കായിട്ട് അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. ഷീ ഈസ് യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് early for her job. She is used to waking up early for her job. ജോലിക്കായി അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. ഞാൻ ദീർഘദൂരം ഡ്രൈവിംഗ് ചെയ്യുന്നത് പതിവാണ്. I am used to driving long distances. I am used to driving long distances. ഞാൻ ദീർഘദൂരം ഡ്രൈവിംഗ് ചെയ്യുന്നത് പതിവാണ്. അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് പതിവാണ്. He is used to eating spicy foods. He is used to eating spicy foods. അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് പതിവാണ്. മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു, അത് കഴിഞ്ഞ് ING ഫോം നിർബന്ധമാണ്. എൻ്റെ സഹോദരൻ മണിക്കൂറുകളോളം പിയാനോ വായിക്കുന്നത് പതിവാണ്. മൈ ബ്രദർ ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ദ പിയാനോ ഫോർ അവേഴ്സ്. മൈ ബ്രദർ ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ദ പിയാനോ ഫോർ അവേഴ്സ്. എൻ്റെ സഹോദരൻ മണിക്കൂറുകളോളം പിയാനോ വായിക്കുന്നത് പതിവാണ്. കുട്ടികൾ പരസ്പരം കളിപ്പാട്ടങ്ങൾ പങ്കിടുന്നത് പതിവാണ്. The children are used to sharing toys with each other. The children are used to sharing toys with each other. കുട്ടികൾ പരസ്പരം കളിപ്പാട്ടങ്ങൾ പങ്കിടുന്നത് പതിവാണ്. പകൽ സമയത്ത് ചെറിയ ഉറക്കം കുഞ്ഞിന് ശീലമാണ്. The baby is used to taking short naps during the day. The baby is used to taking short naps during the day. പകൽ സമയത്ത് ചെറിയ ഉറക്കം കുഞ്ഞിന് ശീലമാണ്. ഇമെയിൽസിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നത് അവൾക്ക് പതിവാണ്. She is used to answering emails promptly. She is used to answering emails promptly. Promptly means ഉടനടി, പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം. ഇമെയിൽസിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നത് അവൾക്ക് പതിവാണ്. She is used to answering emails promptly. She is used to arriving late. She is used to arriving late. അവൾ വൈകി വരിക പതിവാക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.